the first thing I tell the student, any MBBS aspirant or any program aspirant for that matter, I say is like, ഈവൻ ദോ ഇതൊക്കെ ഞാൻ അന്നത്തെ ഒരു ഇമ്പൾസിൻ്റെ ഉള്ളിൽ ചെയ്തതാണെന്നുണ്ടെങ്കിലും സംവെയർ ഇൻ മൈ മൈൻഡ് ഐ ഹാഡ് ദാറ്റ് തിങ്. ഓക്കെ, ഇന്നും സംവെയർ ദാറ്റ് ചെറിയൊരു ഇച്ചിങ് ഉണ്ട്, ഡോക്ടർ ആവാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ MBBSൻ്റെ സൈഡിലേക്ക് സ്റ്റുഡൻസിൻ്റെ എൻ്റെ അടുത്തേക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ ദാറ്റ്സ് വാട്ട് ഐ ഫോക്കസ് ഓൺ. ഇപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഐ ഫൗണ്ട് എ കോർ ടീം ഓർ കോർ പീപ്പിൾ ഹൂം ഐ ക്യാൻ അസോസിയേറ്റ് വിത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് വന്നപ്പോഴേക്കും ആക്ച്വലി സോ വാട്ട് വി ആർ ഡൂയിങ്, നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നത്, ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയിട്ടാണ് MBBS പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഐ സ്റ്റാർട്ടഡ് റീതിങ്കിങ് മൈ പ്രോസസ്സ്. ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇതിനൊരു കമ്മിറ്റ്മെൻറ്റോ ക്ലാരിറ്റിയോ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷന് പോകുന്നവരെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഐ സ്റ്റാർട്ടഡ് വറിയിങ് മൈസെൽഫ്. അറ്റ് എ സർട്ടൻ പോയിന്റ് ഐ ഈവൻ പോസ്റ്റ് ഡൂയിങ് അഡ്മിഷൻസ്. ഈ അവയർനെസ് ആണ് ആരും കൊടുക്കാത്തത്. യെസ്, ജസ്റ്റ് അഡ്മിഷൻ ചെയ്യുന്നു വിടുന്നു. ഓക്കെ, അപ്പോൾ ഈ അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റുഡൻറ്റിന് ഈ നീറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഈ ഒരു മേക്കപ്പിംഗ് അവരെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം ഈ 1.26 lakhs മെഡിക്കൽ സീറ്റ്സിന് അഗൻസ്റ്റ് ആയിട്ട് 22 lakhs പ്ലസ് സ്റ്റുഡൻസ് ആണ് കമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈവൻ ഇഫ് യു ആർ വെരി ഗുഡ്, ചിലപ്പോൾ യു മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദി ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ്. പക്ഷേ സോ MBBS അഡ്മിഷൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡൊക്കെ ആവുന്ന ടൈമിൽ ഐ വാസ് സ്റ്റഡിങ് ബയോമാക്സ്. അതിൻ്റെ ഒരു ഉദ്ദേശം പാരൻസ് പുഷ് ചെയ്ത് തന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് മീ ടു ഗോ ഫോർ MBBS. അപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് സ്കൂളിൽ നിന്ന് തന്നെ വിടുന്നു. പക്ഷെ അതിൻ്റെ വഴിക്ക് വേണ്ട പോലെ നടന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് റിപ്പീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് മൈ പെർസിസ്റ്റൻസ്. ഞാൻ എഞ്ചിനീയറിംഗ് പോകണം എന്നുള്ളത് ഞാൻ വളരെ ഷുവറായിരുന്നു. എഞ്ചിനീയറിംഗ് ആണ് അത് അൾട്ടിമേറ്റ്ലി. അതിന് നമുക്ക് വേറെ ഫ്രണ്ട്സ് ഡ്രൈവ് ഉണ്ടാവാം എല്ലാണ്ട്, പക്ഷേ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇൻട്രസ്റ്റ്. ആ ഒരു ഇൻട്രസ്റ്റും എനിക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് അത് വേണ്ടാന്ന് പറയാൻ പറ്റിയതുകൊണ്ട് ദാറ്റ് വാസ് ദ റൈറ്റ് ചോയ്സ് വിച്ച് ഐ മെയ്ഡ്. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസിനെയാണ് ഞാൻ എൻ്റെ ഈ ഇത്രയും ടൈം പീരീഡിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷനിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അത് തന്നെയാണ്. MBBS വേണം എന്ന് പറഞ്ഞു വരുന്ന പാരൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും MBBSന് പോകണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കാതെ ഐ എം പ്രൊമോട്ടിങ് വാട്ട് എവർ ഐ ഹാഡ് ഇൻ മൈ ഹാൻഡ്. അത് നേരെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് അഡ്മിഷൻ ചെയ്ത് കൊടുക്കലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പ്രോസസ്സിലാണ് ഞാൻ സ്റ്റക്കായി നിന്നതും ഐ ഹാഡ് ടു റീതിങ്ക് അബൌട്ട് വാട്ട് ഐ വാസ് ഡൂയിങ്. ബട്ട് ഇതായിരുന്നു ഞാൻ MBBSനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്യാൻ ആലോചിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ്. ദീപ മാം ഓൾമോസ്റ്റ് 15+ years ഓഫ് എക്സ്പീരിയൻസ് ഓൾറെഡി ഈ എഡ്യൂക്കേഷൻ MBBS കൺസൾട്ടൻ്റ് ആയിട്ടും കരിയർ കോച്ചായിട്ടും ഉണ്ടായിരുന്നു. മാമിൻ്റെ ഒരു ഡ്രൈവ് എന്തായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വരാനും MBBSനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? 15 years ആയിട്ട് റൈറ്റ് കരിയർ അല്ലെങ്കിൽ റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു വാട്ട് ഐ ബിൻ ഡൂയിങ്. ഈ MBBSനോടൊരു സ്പെഷ്യൽ ലൈക്കിങ് ഉള്ളത് കൊണ്ട് കൂടുതൽ എൻ്റെ അടുത്ത് വന്ന കുട്ടികളും ഏറ്റവും കൂടുതൽ MBBS ആസ്പിറൻസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ വാസ് ഫോക്കസ്ഡ് മോർ ഓൺ MBBS ഗൈഡൻസ്, അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഞാനും ഒരു MBBS ആസ്പിറൻ്റ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ടൈം വി ഡിഡ്ന്റ് ഹാവ് ഓപ്ഷൻസ്. ഓക്കെ, സോ അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഒരു പാഷൻ ഉണ്ടായിരുന്നു, ആൻഡ് കുത്തിയിരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷേ എൻട്രൻസ് കിട്ടിയില്ലാത്തതുകൊണ്ട് MBBS കിട്ടിയില്ല, ഡോക്ടറായില്ല. ബട്ട് ലേറ്റർ ഓൺ, ഇവൻച്വലി ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഐ റിയലൈസ്ഡ് ഐ വാസ് നോട്ട് മെയ്ഡ് ടു ബി എ ഡോക്ടർ. ഞാൻ അന്ന് ഡോക്ടർ ആവാതിരുന്ന് നന്നായി എനിക്ക് തോന്നാറുണ്ട്. കാരണം ഡോക്ടറിന് വേണ്ടിയുള്ള ഒത്തിരി ആട്രിബ്യൂട്ട്സ് എനിക്കില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസും ഒരു ഇൻട്രസ്റ്റിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കൊണ്ട് വരുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ദി ഫസ്റ്റ് തിങ് ഐ ടെൽ ദി സ്റ്റുഡൻറ്റ്, എനി MBBS ആസ്പിറൻറ്റ് ഓർ എനി പ്രോഗ്രാം ആസ്പിറൻറ്റ് ഫോർ ദാറ്റ് മാറ്റർ, ഐ സേ ഇസ് ലൈക്ക് പ്ലീസ് ചെക്ക് ഇഫ് യു ആർ ഫിറ്റ് ഫോർ ദിസ് പ്രൊഫഷൻ. ഒരു മെഡിക്കൽ ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷന് ഫിറ്റ് ആണോ എന്നുള്ളത് ആദ്യം എൻഷുർ ചെയ്യണം. സോ ഫോർ ദാറ്റ് ദേ ഹാവ് ടു ഡു എ സെൽഫ് അസസ്മെൻറ്റ്, സയൻറ്റിഫിക് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണം. ബിക്കോസ് MBBS ഈസ് എ ലോങ് ടേം ഡിമാൻഡിങ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഡസൻ എൻഡ് നമ്മൾ നീറ്റ് പാസ്സായി കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MBBS കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നില്ല. യു ഹാവ് ടു പ്ലാൻ ഫോർ 7 to 8 years ലൈക്ക് മെഡിസിൻ, ആ ഒരു തോട്ടാണ്
മാമിനെ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നതും അല്ലേ? ശ്യാമിന്റെ എക്സ്പീരിയൻസിൽ എന്തായിരുന്നു? എൻ്റെത് ഇന്ന് രണ്ടൊന്നും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ഷീ ഹാഡ് ആൻ ഇൻട്രസ്റ്റ്, ഓക്കെ, യുവർ പാരൻസ് ഹാഡ് ആൻ ഇൻട്രസ്റ്റ്. എൻ്റെ കേസിൽ എൻ്റെ പാരൻസിന് അറിയാം ഇവനെ കൊണ്ട് നടപടി ആവില്ല എന്നുള്ളത്. ബിക്കോസ് അന്ന് കളിച്ചിരുന്ന കളി അങ്ങനെയാണ്. ഈ നമ്മൾ മറ്റേ എക്സാം എൻട്രൻസ് ഒക്കെ എഴുതാൻ പോകുമല്ലോ, നീറ്റ്, അന്ന് നീറ്റില്ല, അന്ന് മറ്റേ ഓൾ ഇന്ത്യ എയിംസ് എക്സാം സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ റാങ്കിങ് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ പുതിയ മൊബൈൽ നമ്പർ പോലത്തെ സംഭവങ്ങളാണ്, വലിയ വലിയ നമ്പറുകളായിരുന്നു. പക്ഷേ ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ്. എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ആക്ച്വലി. നമുക്ക് താല്പര്യം, പിന്നെ അന്നത്തെ ആ ഒരു വയസ്സിൻ്റെ ഒരു വാശിയും ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് തോന്നുന്നു റഷ്യയൊക്കെ ബൂമായി വരുന്ന സമയമാണ്. റഷ്യൻ MBBS ഒക്കെ നമ്മൾ വരുന്ന സമയമാണ്. യു ഡോണ്ട് ബിലീവ് ആക്ച്വലി, ഞാൻ ഈവൻ അഡ്മിഷൻ എടുത്തതാണ്. എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ, ഹി വാസ് ദെയർ. സോ ആക്ച്വലി ആളെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് അവിടെ MBBS അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഈവൻ ദോ ഇതൊക്കെ ഞാൻ അന്നത്തെ ഒരു ഇമ്പൾസിൻ്റെ ഉള്ളിൽ ചെയ്തതാണെന്നുണ്ടെങ്കിലും സംവെയർ ഇൻ മൈ മൈൻഡ് ഐ ഹാഡ് ദാറ്റ് തിങ്. ഓക്കെ, ഇന്നും സംവെയർ ദാറ്റ് അൽസേ ഒരു ചെറിയൊരു ഇച്ചിങ് ഉണ്ട്, ഡോക്ടർ ആവാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഐ കാൺ ബി എ ഗുഡ് ഡോക്ടർ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. അതായത് അത് ഇൻട്രസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിന് വേണ്ട സ്കിൽസ് എനിക്കുണ്ടായിരുന്നോ, ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ എനിക്കുണ്ടായിരുന്നോ, അതൊന്നും ഐ വാസ് നോട്ട് ഈവൻ അവെയർ ഓൺ, ഐ വാസ് നോട്ട് ഈവൻ തിങ്കിങ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ MBBSൻ്റെ സൈഡിലേക്ക് സ്റ്റുഡൻസിൻ്റെ എൻ്റെ അടുത്തേക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ ദാറ്റ്സ് വാട്ട് ഐ ഫോക്കസ് ഓൺ, ടു ഗൈഡ് ദം റൈറ്റ്. ഐ സേ അതാണ് എൻ്റെ ഇതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ദാറ്റ് ഈസ് മൈ തിങ്. ഓക്കെ, ഞാൻ കൂടുതലും ഇപ്പം എൻ്റെ അടുത്ത് വന്ന എൻക്വയറീസിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് അഡ്മിഷൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു പാറ്റേൺ ഞാൻ കണ്ടുകൊണ്ടിരുന്നായിരുന്നു. ഓൾമോസ്റ്റ് 100+ അഡ്മിഷൻസ് നമ്മൾ ചെയ്തിരുന്നത്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞ് ഐ മൈസെൽഫ് വിസിബിളി സീ ദാറ്റ്. അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി വാട്ട് ടു ഡു ആഫ്റ്റർ MBBS. ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എന്തിന് ആണ് അവിടെ പോയത് എന്ന് വരെ ആലോചിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റക്കായിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഡൗട്ടിങ് മൈസെൽഫ്. ഞാനിത് ചെയ്യുന്നത് കറക്റ്റാണോ, ലൈക്ക് കറക്റ്റ് അല്ലാത്ത ആൾക്കാരെയാണോ ഞാൻ ഈ MBBSന്, ഈവൻ ദോ ഇറ്റ്സ് ദെയർ ഇൻട്രസ്റ്റ്, ഞാൻ പുഷ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്കുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ഓൾസോ ഫെൽറ്റ് ദ സെയിം തിങ്. ശ്യാമിൻ്റെ എക്സ്പീരിയൻസിൽ MBBS എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ടില്ല ഇതുവരെ. അസോസിയേറ്റഡ്, ഞാൻ അസോസിയേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ലോജിക്ക് ഇത് തന്നെയാണ്. വൈ? ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ കം ടു മീ, ഐ ആം ഡൂയിങ് ദ കരിയർ കോച്ചിങ് തിങ്, റൈറ്റ്? കരിയർ കോച്ചിങ് ചെയ്യുന്ന സമയത്തേക്ക് പീപ്പിൾ നോ, ഓർ ഇപ്പോൾ കൺസൾട്ടൻസീസ് ദേ നോ ഐ വിൽ ഹാവ് എ ഡാറ്റാ ബേസ്. അപ്പോൾ അവർ പറയും ലീഡ് ഞങ്ങൾക്ക് തന്നാൽ മതി, വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ തിങ്. ഐ സെഡ് നോ, ഐ കാൻ ഡു ഇറ്റ്. വൈ? ബിക്കോസ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയല്ല നടക്കേണ്ടത് എന്നുള്ള ഒരു ഇതെനിക്കുണ്ട്. ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഇതല്ല നടക്കേണ്ടത്. അപ്പം ഈ MBBS ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡിസൈൻ ദ പ്രോസസ്സ്. അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ എന്നുള്ളത് തന്നെയായിരുന്നു. ഐ റീകളക്ട് യു ടെല്ലിങ് മീ ഏതൊരു MBBS പഠിച്ച് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് എന്താ ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഐ തിങ്ക് ദീപ മാം ഓൾസോ വിൽ ബി ഗെറ്റിംഗ് ദോസ് കോൾസ്. വൈ? ബിക്കോസ് ഇപ്പം ജർമ്മനി മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്. ദേ വിൽ ബി ഗിവിങ് സം കാഷ്വൽ എൻക്വയറി. അപ്പം ഒരു ഡോക്ടറാണ് എന്ന് കാണുന്ന സമയത്തേക്ക് ഇനീഷ്യലി ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ ദേ ലാസ്റ്റ് ലൈക്ക് യുനോ എനിക്കൊന്ന് മേ ബി എൻ്റെ പോഡ്കാസ്റ്റുകളൊക്കെ കാണുന്നതുകൊണ്ടൊക്കെ ആയിരിക്കണം, ഒന്ന് സാറിനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് വരും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, ഇവർ MBBS ഡോക്ടേഴ്സാണ്, നെക്സ്റ്റ് ഇവർക്കൊരു മാസ്റ്റേഴ്സ് വേണം, ദേ വിൽ ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്. യു ഡോണ്ട് ബിലീവ് ആക്ച്വലി ഇതിൽ വരുന്നൊരു 95% പീപ്പിൾ ആർ കൈൻഡ് ഓഫ് ബ്ലാങ്ക്. ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് സാർ ഇപ്പോൾ ഞാൻ 4th ഇയർ എത്തിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത്. MBBS പല കൺട്രീസിലും, ഇപ്പം ചൈനയിലും റഷ്യയിലും ജോർജിയയിലൊക്കെ പഠിച്ചിട്ട് 4 വർഷമായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റക്കായിപ്പം. ആസ് എ കരിയർ കോച്ച് ഞാൻ സ്റ്റക്കായിപ്പോൾ. ഞാൻ ചോദിക്കാമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, വാട്ട് ഈസ് യുവർ തോട്ട് പ്രോസസ്സ് എന്ന് ചോദിക്കുന്ന സമയത്തേക്കും ദേ ആർ ഓൾസോ കൈൻഡ് ഓഫ് they don't have an idea. Ma'am, what is your, when you have been dealing with a lot of students like this, right? Definitely സ്റ്റുഡൻസ് വരുന്നത് മെജോറിറ്റി MBBSനാണ് വരുന്നത്. നമ്മളിപ്പോൾ 12th പാസ്സാവുന്ന സ്റ്റുഡൻസ്, ഇഫ് യു ലുക്ക് അറ്റ് ദ ഇന്ത്യൻ സെനാറിയോ, ഒരു 30 to 40 lakh സ്റ്റുഡൻസ് ഈ 3 എക്സാമിലാണ്, നീറ്റ്, JEE ആൻഡ് CUET. ഓക്കെ, ഇവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതല്ല. സോ യു നീഡ് ടു ആക്ച്വലി
പിക്ക് ദ സ്റ്റുഡൻസ് ആർ ആക്ച്വലി മെയ്ഡ് ഫോർ ദിസ് പ്രൊഫഷൻ എന്നുള്ളതാണ്. അത് ആക്ച്വലി നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ സ്റ്റുഡൻറ്റിന് ജസ്റ്റ് 50% മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻസ് ധാരാളം വരാറുണ്ട് MBBS അബ്രോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു തോന്നും ഇവർക്ക് പറ്റും നമുക്കങ്ങനെ തോന്നത്തില്ല. അൺലെസ് ദർ ഇസ് സം അതർ റീസൺ. ഒരു അക്കാഡമിക് പാറ്റേൺ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ഇറ്റ് ഈസ് ദേ വോണ്ട് ടു ഗോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് പറ്റത്തില്ല എന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ പറയാൻ I mean, they wanted to go and either their parents wanted them to go. ഇത് രണ്ട് കേസിലും നമുക്കിത് പറയാൻ പറ്റില്ല. ചില സ്റ്റുഡൻസിന് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ ഈ പാരാമീറ്റേഴ്സ് ഒന്നും ഈ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ഇതിലേക്ക് മീറ്റ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഫാദർ പറഞ്ഞിട്ടാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഇതല്ല എന്ന് പറയും. ഇപ്പൊ മാം പറഞ്ഞ ഈ പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ സ്റ്റക്കായത്. Because I started doing this as a routine admission taking intake or process. I think you started with a different interest, അല്ലേ? എഡ്യൂക്കേഷൻ കുറച്ച് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള മൈൻഡിലേക്ക്. See, thinking of MBBS, it's a very socially reliable profession, right? ഒരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷൻ ആണല്ലോ. Let it be at any cost, it's a socially responsible profession. ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയിട്ടാണ് MBBS പഠിക്കുന്നതെന്ന് പറയുമ്പോൾ I started rethinking my process. ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇതിനൊരു കമ്മിറ്റ്മെൻറ്റോ ക്ലാരിറ്റിയോ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷന് പോകുന്നവരെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഐ സ്റ്റാർട്ടഡ് വറിയിങ് മൈസെൽഫ്. അറ്റ് എ സർട്ടൻ പോയിന്റ് ഐ ഈവൻ പോസ്റ്റ് ഡൂയിങ് അഡ്മിഷൻസ്. ഞാൻ MBBS അഡ്മിഷൻസ് ചെയ്യുന്ന ഞാൻ ഒന്ന് പോസ് ചെയ്തു. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് സം ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ഇപ്പം മാം പറഞ്ഞ പോലെ സയൻറ്റിഫിക് അസസ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത്. ഈ കോമൺ പോയിന്റിലപ്പോൾ നമ്മൾ 3 പേരും നിൽക്കുന്നത്. ബിക്കോസ് വി വാണ്ടഡ് ടു ഹാവ് സം ക്ലാരിറ്റി അബൌട്ട് വെദർ എ സ്റ്റുഡൻറ്റ് ഷുഡ് ഗോ ഫോർ MBBS ഓർ നോട്ട്. ആ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് വളരെ അഡീക്വേറ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് ഞാൻ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ശ്യാം അത് ചെയ്യാതിരുന്നു. അതുകൊണ്ടാണ് ശ്യാം വാസ് ലൈക്ക് MBBSന് അല്ലെങ്കിൽ ഇതിന് കാലിബർ ഇൻട്രസ്റ്റ് വൈസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ലൈക്ക് പൊട്ടൻഷ്യലി ദാറ്റ് സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് ദാറ്റ് കാപ്പബിലിറ്റി ടു ഡു ദാറ്റ്. അപ്പോൾ മാമിൻ്റെ ഒരു ടേക്ക് വെച്ചിട്ടും ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദിസ് തോട്ട് പ്രോസസ് ഓഫ് കണക്ടിങ് വിത്ത് ശ്യാം ആൻഡ് it is because I believe in that. നമ്മൾ ആസ് എ കരിയർ കോച്ച് പ്രൈമറിലി നമ്മൾ കരിയർ കോച്ചസ് ആണ്. സോ അവരെ പ്രോപ്പർലി അവർക്ക് പറ്റിയൊരു കരിയർ മാപ്പിംഗ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. So rather than even if there are students who come and who they do 5 years of MBBS or engineering and then they just give up. അപ്പോൾ അത് ഒരു സസ്റ്റൈനബിൾ കരിയറിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. അതിൽ അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ സ്ട്രെങ്ത്സ് ഉണ്ട്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതെല്ലാം അതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ശ്യാം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡും അത് തന്നെയാണ് ആക്ച്വലി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അടുത്തേക്ക് വരുന്ന കൺസൾട്ടൻസിനോടൊന്നും ഞാൻ അസോസിയേറ്റ് ചെയ്യാതെ ഇരുന്നത് ഈ ഒരു കോമൺ പോയിന്റിൽ എനിക്ക് ഒരിക്കലും ആരുടെടുത്തും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓൺ എ ലാർജർ സ്കെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ബിക്കം എ ബിസിനസ് ആൻഡ് ദിസ് ബിക്കം എ സെയിൽസ് ഗെയിം. അല്ലേ? എല്ലാവരും ഇതിൽ പിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ എവിടെ കുറവുണ്ട് എന്നുള്ളതായിരിക്കും പാരൻസ് നോക്കുന്നുണ്ടാവുക. പ്രോസസ്സിങ് എൻഡിൽ കൺസൾട്ടൻസ് നോക്കാൻ പറ്റുന്നുണ്ടാവുക. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൺസൾട്ടൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത്ര കമ്മീഷൻ തരാം. ഐ ആം ലൈക്ക് ഓക്കെ, കമ്മീഷൻ ഈസ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഈ പ്രോസസ്സ് ഇതിങ്ങനെയല്ലല്ലോ നടക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു പോയിന്റിൽ നമ്മളിത് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേ വിൽ ബി പ്രൊമോട്ടിങ് 1 യൂണിവേഴ്സിറ്റി ആൻഡ് 1 കൺട്രി. വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. ഒരു കരിയർ കോച്ചിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറയുകയാണ് ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന കൺട്രി. ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, റൈറ്റ്? സോ ദാറ്റ്സ് വാട്ട് ഐ നോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു 4 വർഷത്തെ ജേർണിയിൽ ഐ ഹാവ് നെവർ ഗെറ്റ് ഇൻ ടു ദിസ്. ഇപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഐ ഫൗണ്ട് എ കോർ ടീം ഓർ കോർ പീപ്പിൾ ഹൂം ഐ ക്യാൻ അസോസിയേറ്റ് വിത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് വന്നപ്പോഴേക്കും ആക്ച്വലി സോ വാട്ട് വി ആർ ഡൂയിങ്, നമ്മളിപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു പാരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗിവിങ് ദം എ സെറ്റ് ഓഫ് അസസ്മെൻറ്റ് ആക്ച്വലി വെദർ ആ സ്റ്റുഡൻറ്റ് ഇതിന് ആപ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അറിയുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ദേ ആർ പ്രിപ്പയറിങ് ഫോർ നീറ്റ് എക്സാം ആസ് വെൽ. ആക്ച്വലി നമ്മൾ ഏറ്റവും അധികം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് MBBSന് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്, റൈറ്റ്? ആ ഒരു അപ്രോച്ച് തന്നെ അവിടെ മാറിയില്ലേ. നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ആക്ച്വലി ഈ ഒരു അസസ്മെൻറ്റ് നമ്മൾ എടുക്കുന്നു. നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും, ഓക്കെ ഈ സ്റ്റുഡൻറ്റിനെ പിന്നെ അതിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി
വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ഓൾസോ വിൽ ടേക്ക് ദം. ഇവർക്കൊരു അവെയർനെസ് വേണമല്ലോ, റൈറ്റ്? സോ ഫസ്റ്റ് പ്രോസസ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദെയർ ഓൺലി. ഒരു അവെയർനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, ആൻഡ് ദെൻ വി ആർ ടേക്കിംഗ് ദം ടു ദ ഒരു നോർമൽ പ്രോസസ്സിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസസ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഓൺലി വി ആർ ഗോയിങ് ഫോർ എൻ അഡ്മിഷൻ പ്രോസസ്, റൈറ്റ്? ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ 3 പ്രശ്നങ്ങളും അവിടെ തന്നെ ഇറ്റ് ഈസ് ഗെറ്റിംഗ് അഡ്രസ്ഡ്. അതാണ് അതിൻ്റെ ഒരു ലോജിക്കലി ദാറ്റ് ഈസ് ഹൗ വി ആർ ടേക്കിംഗ് ദ സ്റ്റുഡൻസ് ടു ഇറ്റ്. മാം നീറ്റായിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് കോൺവെർസേഷൻ MBBS കുറിച്ച് പറയുമ്പോൾ തന്നെ നീറ്റാണ് നമ്മുടെ അടുത്ത്. ലൈക്ക് വി ഹാവ് ഓൺലി 100,000 സീറ്റ്സ് ഓൾമോസ്റ്റ്, റൈറ്റ്? ലൈക്ക് ഇന്ത്യ. അപ്പോൾ മാമിൻ്റെ ഒരു ഇത്രയും കാലത്ത് ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട്, സ്റ്റുഡൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പാറ്റേൺ വെച്ചിട്ട്, വാട്ട് ഡു യു തിങ്ക് ഹൗ ക്യാൻ വി എൻഹാൻസ്? അല്ലെങ്കിൽ നമ്മൾ എനിവേ വി ആർ ഗോയിങ് ടു ഗിവ് ദാറ്റ് ഡയറക്ഷൻ, ബട്ട് ജസ്റ്റ് എ ഫ്യൂ ടിപ്സ് വിച്ച് യു ക്യാൻ സജസ്റ്റ് ദാറ്റ് സ്റ്റുഡൻസ് ഷുഡ് ബി അവെയർ ഫോർ എ ബെറ്റർ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നീറ്റിനെ കുറിച്ച്. സ്റ്റുഡൻസ് വരുമ്പോൾ ചില സ്റ്റുഡൻസ് വരാറുണ്ട്, ലൈക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, MBBS അബ്രോഡാണ് പോകാൻ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ ഐ വുഡ് സജസ്റ്റ് ദം നീറ്റ് ചെയ്യുക, ഈവൻ ഇഫ് ദേ ടേക്കിംഗ് 1 year നീറ്റ് ചെയ്യുക, ബിക്കോസ് നെവർ നോ, യു ആർ എൻ ഇന്ത്യൻ, യു ഹാവ് ടു സം ഡേ കം ബാക്ക് ടു ഇന്ത്യ ടു പ്രാക്ടീസ്, അല്ലേ? അപ്പോൾ നീറ്റ് എബ്രോഡ് പോകാനായിട്ട് നീറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ മതി. മിനിമം ക്വാളിഫിക്കേഷൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് 720 140 ആ റേഞ്ചിൽ ആയിരിക്കുള്ളൂ നോർമലി ക്വാളിഫയിങ് മാർക്സ് വരുന്നത്. അത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ദെൻ നമുക്കറിയാം ഈ 1.26 lakhs മെഡിക്കൽ സീറ്റ്സിന് അഗൻസ്റ്റ് ആയിട്ട് 22 lakhs പ്ലസ് ആൾക്കാരാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, സ്റ്റുഡൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈവൻ ഇഫ് യു ആർ വെരി ഗുഡ്, ചിലപ്പോൾ യു മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദി ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്, ഗവൺമെൻറ് മെഡിക്കൽ സീറ്റിൽ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ പ്രോപ്പർലി സ്ട്രക്ചേർഡായിട്ട് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ചെയ്താൽ ദേ കെൻ ഡു. സോ 11th തൊട്ട് ദേ ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് നീറ്റ് എഴുതുക എന്നുള്ളതിൽ പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പ്രോപ്പർ, ഇഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് ആക്ച്വലി ഫിറ്റ് ഫോർ ദറ്റ് പ്രൊഫഷൻ ആൻഡ് ഹീ ഹാസ് ദ റെസിലിയൻസ്, ഹീ ഹാസ് ദ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പ്രോപ്പർലി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് 11th തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ദെൻ ദേ ക്യാൻ മേക്ക് ഇറ്റ് ടു ദ ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ്. ഗവൺമെൻറ് മെഡിക്കൽ സീറ്റിന് വളരെ ലിമിറ്റഡ് നമ്പറാണ് എന്നുള്ളതൊരു ചാലഞ്ചാണ്. സോ ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ അഡ്മിഷൻ കിട്ടുന്നത് പോലെയുള്ളൊരു ഫെസിലിറ്റി വേറെ എങ്ങും കിട്ടത്തില്ല. ബിക്കോസ് യു ഗെറ്റ് അത്രയും എക്സ്പോഷ്യർ, യു ഡോണ്ട് ഗെറ്റ് ഈ പേഷ്യൻ്റ് ഇൻഫ്ലോ വേറെ എങ്ങും കിട്ടത്തില്ല. ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ഇന്ത്യ പോലത്തെ രാജ്യത്ത്. ആൻഡ് ദ ഫീസ് ഇസ് വെരി ലോ, വളരെ ലോ ഫീസിൽ നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഈ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിഞ്ഞിട്ടും നോർമലി ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ഹൂസ് ഡൂയിങ് അബ്രോഡ് MBBS ഇനീഷ്യലി കൊടുക്കുന്ന ഒരു പിച്ചിങ് തന്നെ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടായാൽ മതി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ കില്ല് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് ദാറ്റ് റിയലൈസേഷൻ ഈസ് വെയർ ഐ പോസ്റ്റ് ഇറ്റ്. ഞാൻ ആ ചെയ്യൽ നിർത്തി. നൗ ഐ വുഡ് സജസ്റ്റ് എവ്രി വൺ ഷുഡ് സ്കോർ ഹൗ മച്ച് എവർ ദേ ഷുഡ് ബേസ്ഡ് ഓൺ ദെയർ പൊട്ടൻഷ്യൽ. അവർ ആ പ്രിപ്പറേഷൻ കുറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഗൈഡൻസ്. ഈവൻ ഇൻ അവർ അസസ്മെൻറ്റ് റിപ്പോർട്ട് ഓൾസോ വെൻ വി ആർ ഗൈഡിങ് ദം വി എൻഷുർ ദിസ് ഈസ് പാസ് ടു ദ സ്റ്റുഡൻറ്റ്. ആ ഒരു പ്രിപ്പറേഷനിൽ ഒരു ലാക്കും വരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ തോട്ട് പ്രോസസ്. നമ്മൾ ഇനി പാസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെ ആവണം. ടു ആഡ് ഓൺ ടു ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒന്നും ഇപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആക്ച്വലി. ഈ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സംവെയർ ഈ ഒരു MBBS പഠിക്കണം. മേ ബി അത് സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആവാം, പാരൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. 10th class വരെ ദേ ആർ കൈൻഡ് ഓഫ് റിലാക്സ്ഡ്. അതായത് ഒരു ക്വാണ്ടിഫയബിൾ ആയിട്ടാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ഇത്ര സമയം ഇരുന്നിട്ട് പഠിക്കുന്നു, എക്സാം വരുന്ന സമയത്തേക്ക് ഞാൻ ഇത്ര ആൻസർ ചെയ്തു, ദേ വിൽ ഗെറ്റ് സം മാർക്സ്,
അല്ലേ? അതാണല്ലോ ഒരു സിസ്റ്റം. പക്ഷേ അവിടെ നിന്നാണ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർ 11th 12th വരുമ്പോഴേക്ക് വരുന്നത്. അതിൽ തന്നെ ഇവർ ഈ എഞ്ചിനീയറിംഗ് ആൻഡ് നീറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് എക്സാമിന്റെ ഫോമാറ്റ് അല്ലേ, MCQs അല്ലേ. MCQs 4 ഓപ്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ കറക്റ്റായിട്ട് കുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ദ റൈറ്റ് ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്വാളിറ്റി ആയിട്ട് ഇത് പഠിക്കാൻ അറിയണം. റിവിഷനും റിവിഷനും ചെയ്തിട്ട് ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു ലോജിക്ക് ഇവർക്ക് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓൾമോസ്റ്റ് 2.2 മില്യൺ പീപ്പിൾ ആർ റൈറ്റിംഗ് നീറ്റ് ഇൻ ഇന്ത്യ. 100,000 സീറ്റ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഈ 100,000 പീപ്പിൾ ആർ ഡൂയിങ് സംതിങ് ബെറ്റർ ദാൻ ദ അതേഴ്സ് അല്ലേ? എവിടെയോ ഈ ഒരു ലോജിക്ക് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അല്ല, അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതും. കാരണം ഞാനും മനസ്സിലാക്കിയെടുത്തോളം ദാറ്റ് ഡസന്റ് മീൻ റിമൈനിങ് ആർ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ എന്തോ ഒന്ന് അവർ ഒന്നുകൂടെ ബെറ്റർ ആയി ചെയ്യേണ്ടത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. മേ ബി ചിലപ്പോൾ അവരുടെ പ്രാക്ടീസ് ആയിരിക്കാം, ചിലപ്പോൾ റിവിഷൻ ആയിരിക്കാം. പിന്നെ ലക്ക് എന്നുള്ളത് നമ്മൾ അതങ്ങനെ പറയുന്നില്ല. പക്ഷെ സം റെയർ കേസസ് ഹാവ് സീൻ ദാറ്റ് ഹാവ് പ്ലേഡ് എ ഫാക്ടർ. അത് വി ആർ കൈൻഡ് ഓഫ് കീപ്പിംഗ് ഇറ്റ് അപ്പാർട്ട്. ചെറിയൊരു പെർസെന്റേജ് ഉള്ളൂ. പക്ഷെ ഇതൊരു കൺസിസ്റ്റന്റ് എഫേർട്ട് അല്ലേ? ഈ ഒരു 2 വർഷം ഇവർ അത്രയ്ക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. സോ നമുക്കിതിനെ നീറ്റിനെ ഒരിക്കലും നമുക്കതിനെ ഒരു എന്താ പറയുക, അത് എളുപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും നോർമലൈസ് ചെയ്യരുത്. ഷൈഫ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ പോയിന്റ്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പുറത്തു പോയിട്ട് പഠിക്കുകയല്ലേ, ഇതൊന്ന് പാസ്സായാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ നമ്മളൊരു 80% കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള കൺട്രീസിനെ പറ്റിയിട്ടുമാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അല്ല, ഇത് ഇന്റർ കണക്റ്റഡാ. ഐ തിങ്ക് നമ്മുടെ ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ്റെ മെയിൻ കൺസേൺ ആയിട്ട് എല്ലാവരും പറയുന്നത് FMG ആണ്. പഠിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ FMG. ബട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഈ നീറ്റ് എക്സാം ആൻഡ് FMG ഈസ് വെരി മച്ച് കണക്റ്റഡ്. അതായത് നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് ഒരു കുട്ടിയുടെ ടോൺ നമ്മളങ്ങ് കിൽ ഓഫ് ചെയ്യാണ്. ഈ ഒരു ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മതി എന്ന് പറയുമ്പോൾ ആ പ്രിപ്പറേഷൻ മെൻറ്റാലിറ്റി തന്നെ നമ്മളവിടെ കിൽ ഓഫ് ചെയ്യാണ്. അപ്പോൾ അത് കിട്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ചെയ്തുകൊണ്ടാണല്ലോ ബാക്കിയുള്ളവരെക്കാട്ടും കുറച്ച് ബാക്കിലായി പോകുന്നത്. അപ്പോൾ ആയി പോയത് മേക്കപ്പ് ചെയ്യൽ ഒരു MBBS എന്നുള്ളൊരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ആ മേക്കപ്പ് ചെയ്യൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. ഈ അവയർനെസ് ആണ് ആരും കൊടുക്കാത്തത്. ജസ്റ്റ് അഡ്മിഷൻ ചെയ്യുന്നു, വിടുന്നു. ഓക്കെ, പക്ഷേ ഈ അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റുഡൻറ്റിന് ഈ നീറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഈ ഒരു മേക്കപ്പിങ് അവരെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അറ്റ്ലീസ്റ്റ് ഫ്രം ദിയർ സെക്കൻഡ് ഇയർ ദേ ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിങ്. കാരണം ഇത് കഴിഞ്ഞ് NMC അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് എന്താണല്ലോ അവർ പഠിക്കുന്നത്. ദാറ്റ് ക്വാളിഫൈസ് എവറിത്തിങ് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി. ഇനി അവർ പഠിച്ചു കഴിഞ്ഞ് അവർ പഠിക്കുന്ന സിലബസ് ഓർ വാട്ട് എവർ ദേ ഹാവ് സ്റ്റഡീഡ് അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ടു മാച്ച് വാട്ട് എവർ വി ഹാവ് സ്റ്റഡീഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FMG എക്സാം. മേ ബി ഡൗൺ ദ ലൈൻ നെക്സ്റ്റ് എക്സാമിനേഷൻ വിച്ച് ഇസ് കമ്മിങ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻക്ക് പ്രിപ്പയർ ആവല് ആൻഡ് ആസ് ശ്യാം ടോൾഡ് നമ്മുടെ പാറ്റേൺ ഓഫ് എക്സാം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാണ് ആ ഒരു പെർസ്പെക്റ്റീവ് ടു FMG കൊണ്ടുവരികയാണെങ്കിൽ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈസി ടു ക്രാക്ക്. ടഫാണ്, യെസ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എ നോർമലൈസ്ഡ് കൺസേൺ. ഈ ലോജിക്ക് ഇവിടുന്ന് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിരിക്കണം. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതിനൊരിക്കലും ലൈറ്റായിട്ട് കണ്ടിട്ട് ഒരാളും ഒരു രാജ്യത്തേക്കും പോണ്ടെന്നുള്ളതാണ് എൻ്റെ സജഷൻ ആക്ച്വലി. സോ FMG എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് അത് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ വി ഹാവ് 1 year ഓഫ് പ്രാക്ടീസ്, റൈറ്റ്? സോ എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഹെൽത്ത് സെക്ടർ എഡ്യൂക്കേഷനോട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി അഷുറൻസ് ആണ്. ഓക്കെ, സോ മാമിൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഈ FMG എൻ്റെ മാം പറഞ്ഞത് വെച്ചിട്ട് മാമിൻ്റെ 99% or 100% ഓഫ് ദ അഡ്മിഷൻസ് ദേ ഹാവ് ഗോൺ ത്രൂ FMG ആൻഡ് പാസ്ഡ്. സോ എന്താണ് ഒരു ടിപ്പ് പറയാനുള്ളത്? ലൈക്ക് വാട്ട്സ് യുവർ ബെസ്റ്റ് അഡ്വൈസ്? ഇനീഷ്യലി ആദ്യമൊക്കെ തന്നെയൊക്കെ പോരുന്ന സ്റ്റുഡൻസിനൊന്നും FMGനെ പറ്റി അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ FMGനെ പറ്റിയിട്ട് അവയർനെസ് കൂടുതലുണ്ട്. ബട്ട് പേരൻസ് കം വിത്ത് കൺസേൺ ദാറ്റ് ഓക്കെ 20% ഉള്ളൂ, 26% ഉള്ളൂ FMG ക്ലിയറൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടിയിലേക്ക് FMG പാസ്സാകാതിരിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ചോയ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോയ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നന്നായിട്ട് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ ഇവർക്കിത് ഇത് പാസ്സാവാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. ഓക്കെ, സെക്കൻഡ്ലി പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ സൈഫ് നേരത്തെ പറഞ്ഞ പോലെ
സെക്കൻഡ് ഇയർ തൊട്ടെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഇതും MCQs ആണ്, 300 മാർക്കിൽ 150 മാർക്ക് ആണ് വാങ്ങേണ്ടത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. പ്രോപ്പറായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, ഒന്ന് ഈ MCQs പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, പഠിച്ച മോഡ്യൂൾസ് പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും, പിന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതും. അപ്പോൾ 6 ഇയർ അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദേ വിൽ ബി പ്രിപ്പയർഡ് ടു ഫേസസ് ഫോർ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ. പിന്നെ നേരത്തെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവർ കോഴ്സ് കഴിഞ്ഞിട്ട് ഏത് കൺട്രിയിലാണ് കോഴ്സ് അവിടെ നേരെ ഡൽഹിക്ക് വരുന്നു, 1 ഇയർ അവിടെ നിന്ന് അവർ കോച്ചിങ് എടുക്കുന്നു, പ്രാക്ടീസ് എടുക്കുന്നു, എന്നിട്ട് പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത്രയും ഒരു പ്രിപ്പറേഷൻ ടൈം പോലും വേണ്ടി വരുന്നില്ല, പ്രോപ്പർലി ഈ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ അവർ FMGയുടെ കോച്ചിങ് സെക്കൻഡ് ഇയർ തൊട്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഓൾസോ ആഡ്സ് ടു ഇറ്റ്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 3 to 6 months പ്രാക്ടീസ് ചെയ്തിട്ട് ദേ ക്യാൻ അറ്റംപ്റ്റ് ഫോർ FMG. അപ്പോൾ അത് ഒരു വലിയൊരു ഹേർഡിലായിട്ട് കാണാതിരിക്കുക. നമ്മൾ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചേർഡായിട്ട് പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ FMG പാസ്സാകാനായിട്ട് പറ്റും. എനിക്ക് പാസ്സായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ FMG പാസ്സാവുന്നുണ്ട്. ഓക്കെ. സോ ദാറ്റ് ഈസ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ദിസ് ഷുഡ് ബി നോർമലൈസ്ഡ് കൺസേൺ അല്ലേ? കൺസേൺ ആവണോ എന്നുള്ളത് ഇതൊരിക്കലും കൺസേൺ ആയിട്ട് വരാൻ പാടില്ല. മൈ ലോജിക് ഈസ് ദാറ്റ് ആക്ച്വലി FMG കൺസേൺഡേ ആയിട്ട് വരാൻ പാടില്ല. ഇന്നിപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ആർക്കില്ല. എനിക്കിതിനെ പറ്റിയിട്ട് അറിയുണ്ടായിരുന്നില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊന്നും ദാറ്റ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്, റൈറ്റ്? ഓൾമോസ്റ്റ് എവരി വൺ നോ ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം അത് വരുന്ന സമയത്തേക്ക് എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഐ മീൻ ഇന്നെ കരിയർ കോച്ചിങ് പെർസ്പെക്റ്റീവ് എൻ്റെ അടുത്ത് മിക്കവാറും അധികം തിരിഞ്ഞ ഉപദേശങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ പോയാൽ എന്താവും, ഇങ്ങനെ പോയാൽ. അപ്പം ഞാൻ പറയും, നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ പോയാൽ മതി. ഇതിങ്ങനെയാണ്, അതായത് നീ എന്തോ ചെയ്തിട്ടാണല്ലോ നിനക്ക് നീറ്റ് കിട്ടാതിരുന്നത്, റൈറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ ദേ ആർ ഡൂയിങ് സംതിങ് വിച്ച് ദിസ് പീപ്പിൾ ആർ നോട്ട് ഡൂയിങ്. ഐ എം നോട്ട് ജനറലൈസിങ്, ബട്ട് ഓൺ എ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്തേക്ക് ലോട്ട് ഓഫ് റീസൺസ് ആർ ദർ. അപ്പോൾ നീ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ, ആ പോയ കളി അവിടെയും കൂടെ കളിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, പ്രശ്നം കഴിഞ്ഞല്ലോ. വെറുതെ നമ്മൾ, അതായത് ആർക്കും ഗുണമില്ലാത്ത, സൊസൈറ്റിക്കും ഗുണമില്ലാത്ത ഡോക്ടേഴ്സിന് ഉണ്ടാക്കുന്നതിൽ ദർ ഇസ് നോ പോയിന്റ് ഔട്ട് ദർ, റൈറ്റ്? അപ്പം ദിസ് ഹാസ് ടു ബി വെരി നോർമൽ ആക്ച്വലി. ഇവരിങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് തന്നെ ഇവർക്ക് ഇതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവണം. ഞാൻ 5-6 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണമെന്നും എനിക്കിവിടെ ഇങ്ങനെ ഒരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ടെന്നും ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് ഒരു 26% ഉള്ളൂ എന്നുള്ളതും ബോധം ഉണ്ടെങ്കിൽ മാത്രം MBBS പോയാൽ മതി പുറത്തേക്ക്, അതെ അല്ലേ? നമ്മളിപ്പം ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരെ കയറ്റി വിട്ടോളാം, വി ഡോണ്ട് ഹാവ് എ കോൺട്രാക്ട് വിത്ത് എനിവൺ ലൈക്ക് ദാറ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് മൈ ലോജിക്. ഞാൻ പാരൻസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പറയാം. അപ്പം മാം ഓണെ ലൈറ്റർ നോട്ടിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റർ നോട്ട് പറയാന്നുള്ളതല്ല എൻ്റെ ജോലിയല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്കവാറും ഇങ്ങനെ പറഞ്ഞാലേ ചില ആൾക്കാരുടെ തലയിലേക്ക് കയറുള്ളത്. പാരൻസിൻ്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്ന് തലയിലേക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ബി എ ബിറ്റ് ഹാർഷ് ഓൺ ദീസ് ട്രൂത്ത്സ്. അപ്പം ഇനീഷ്യലി അവർക്ക് കുറച്ച് വിഷമമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് റിയാലിറ്റി. വി ഹാവ് ടു ബി നോർമലൈസിങ് ദീസ് തിങ്സ്. ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു, ഇതെപ്പോഴും എനിക്കൊരു കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, പാരൻസിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഇവരെപ്പോഴും എംഫസിസ് കൊടുക്കുക പോസ്റ്റ് അറൈവൽ സപ്പോർട്ട് ഉണ്ടോ, ഇവിടുന്ന് പോകുമ്പോൾ ഡിപ്പാർച്ചർ സപ്പോർട്ട് ഉണ്ടോ. ഇതൊക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് കേക്ക് വർക്ക്, അല്ലേ? യു ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. യു ഫ്ലൈ വിത്ത് യുവർ സ്റ്റുഡൻസ് ടു ജോർജിയ, അല്ലേ? അവിടെ പോയിട്ട് ഇപ്പം മേ ബി വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്ന ഫോൺ കോൾ വി ക്യാൻ മേക്ക് ദിസ് ഹാപ്പൻ. ഇതൊന്നും അല്ല ഇവിടുത്തെ കൺസേൺ. അല്ലെങ്കിൽ പാരൻസും സ്റ്റുഡൻസും ചിന്തിക്കേണ്ടത് ഇതേ അല്ല. ഇത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ആർ വി ഗെറ്റിംഗ് ദ റൈറ്റ് ഗൈഡൻസ്? That is the core problem away here. അല്ല, നമ്മൾ ഉദ്ദേശം ഇതാണല്ലോ, ഇവിടെ പഠിക്കാൻ പറ്റിയില്ല. സോ സെയിം തിങ് നമ്മൾ പുറത്ത് പോയി പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ആ സീരിയസ്നെസ് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, സീരിയസ്നെസ് ഡെഫിനറ്റ് ആയിട്ടും ലാക്ക് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ തന്നെ ജോർജിയയിൽ എത്ര പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ. വൈ? ബിക്കോസ് ദേ ആർ ഓൾ, ഈ സ്റ്റുഡൻസ് ഒക്കെ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ദേ ആർ ഓൾ കൈൻഡ് ഓഫ് ഇവിടുന്ന് വരെ ഒരു കൺട്രോളിലാണ് ജീവിക്കുന്നത്. അവരെ നമ്മൾ തുറന്ന് വിടുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ അടുത്ത വെച്ചിട്ട് ബാക്കി എല്ലാ പരിപാടിയും നടത്തുന്ന ആൾക്കാരെ ബി പേഴ്സണലി നോ, റൈറ്റ്? അങ്ങനെ എത്ര ആൾക്കാരെ അറിയാം. അവരോട് നീയൊക്കെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അതെ ചേട്ടാ, ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, അല്ലേ? ഷെഫിൻ്റെ അടുത്ത് പറയണ്ടേ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന് പറയാം. എത്ര പേരെ യു നോ ഇറ്റ്, റൈറ്റ്? പക്ഷേ ഇങ്ങനെയല്ല ഇത് നടക്കേണ്ടത് എന്നുള്ളതായിരിക്കണം. അറ്റ്ലീസ്റ്റ് സ്റ്റുഡൻറ് ഷുഡ് ബി അവെയർ ആൻഡ് പാരൻസ് ഷുഡ് ബി അവെയർ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണേലും
ഇനി നമ്മൾ ചെയ്യുന്നൊരു എൻ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് സ്പെസിഫിക് ഓഫ് എ കൺട്രി. നമ്മൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. അതായത് നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്, വി ആർ അസസിങ് ദം വെദർ ദേ ഷുഡ് ബി എ ഡോക്ടർ ഓർ നോട്ട്. അത് കഴിഞ്ഞ് വി ആർ ഡൂയിങ് ദം അഡ്മിഷൻസ് ടു എനി കൺട്രി ഓഫ് ദെയർ ചോയ്സ് ആൻഡ് ദെയർ ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് അവർക്ക് ഏത് രാജ്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത കാര്യം വരണ്ട. അതെ, we can do anywhere. Promoting any country, right? Okay. Since we touched upon all these tough parts of abroad education, ma'amന്റെ ഒരു എക്സ്പീരിയൻസ് I would like to hear. Yeah, What are definitely. the pros of it? Like ഇപ്പൊ നമ്മൾ കോൺസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും കൺസേൺസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും അധികം പറഞ്ഞത് കോൺസിനെ പറ്റിയിട്ടാണ്. So I would like to know അതായത് much. ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഇഫ് യു ആർ കീൻ ഓൺ MBBS ഗോ എബ്രോഡ് എന്നുള്ളത്. കാരണം ഇവിടുത്തെ പ്രൈവറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനെ അപേക്ഷിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. But there are countries where you have really good universities where you can complete your education 32 lakhs ലൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് ലൈക്ക് ഫീസ് പ്ലസ് ദെയർ ലിവിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് വി കാൺ കമ്പയർ ഇറ്റ് വിത്ത് പ്രൈവറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹിയർ. അപ്പോൾ അത് ഇവിടെ മെഡിക്കൽ സീറ്റ് കിട്ടിയില്ലേ എന്നുണ്ടെങ്കിൽ യു ഹാവ് ദി ഓപ്ഷൻ, യു ഹാവ് ദി സെക്കൻഡ് ഓപ്ഷൻ ടു ഗോ എബ്രോഡ് ആൻഡ് സ്റ്റഡി. പക്ഷേ യു ഹാവ് ടു ചൂസ് ദി റൈറ്റ് യൂണിവേഴ്സിറ്റി. NMCയുടെ എല്ലാ റെഗുലേഷൻസും പാലിക്കുന്ന യൂണിവേഴ്സിറ്റികളാണോ, അവിടെ ലൈക്ക് 1 year ഇൻറ്റേൺഷിപ്പ് ഉണ്ടോ, ഇപ്പോഴത്തെ NMCയുടെ റൂൾ അനുസരിച്ച് നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കണ്ടിൽ രജിസ്ട്രേഷൻ കിട്ടുന്നതാണോ. അപ്പോൾ ഈ എല്ലാ NMCയുടെ മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെയും കൂടി, സ്റ്റുഡൻറ്റിൻ്റെയും പേരൻറ്റിൻ്റെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദേ ക്യാൻ ഓൾവേസ് ടോക്ക് ടു alumni, they can talk to the students who are studying there, who have completed FMG അവിടെ നിന്ന് പാസ്സായ ആൾക്കാരായിട്ട് സംസാരിക്കാം. അപ്പോൾ അതൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് എടുക്കുക, അവരോട് സംസാരിക്കുക, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമ്മൾ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്, കോഴ്സ് കഴിഞ്ഞോട് തീരുന്നതല്ല. അത് കഴിഞ്ഞിട്ട് PG ഉണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് യു ഹാവ് ലോങ് ടേം വർക്കിംഗ് അവേഴ്സ്, ലൈക്ക് അത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ എടുത്തിട്ട് പോവുക എന്നുള്ളത്, അതിൽ തെറ്റാതിരിക്കുക എന്നുള്ളതാണ്. സോ ദേ ഹാവ് ടു, സോ ദാറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി. വി ഗിവ് ദം ദ റൈറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ FMGയുടെ ഗൈഡൻസ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, കോച്ചിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസും പ്രോപ്പർലി വി ക്യാൻ ഗിവ്. ഈവൻ ഇപ്പോൾ ഇന്ത്യയിലല്ല പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും, USMLE ആണെങ്കിലും പ്ലാബ് ആണെന്നുണ്ടെങ്കിലും AMC ആണെന്നുണ്ടെങ്കിലും അതെങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന് ഗൈഡൻസും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഇപ്പോൾ റീസെൻ്റ്ലി 2025 വിൻ്റർ ഇൻടേക്ക് കഴിയുന്നു അല്ലേ. അപ്പോൾ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഒരു കൺസേൺ, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അഡ്മിഷൻ മിസ്സായിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഈ ഒരു അവയർനെസ്സും ഇല്ലാത്തതൊക്കെ കൊണ്ട് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ തന്നെ ഇതൊക്കെ കേട്ട് കഴിയുന്ന സമയത്തേക്ക് ദേ വിൽ ബി തിങ്കിങ് ഓക്കെ വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്തേക്ക് ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഇൻടേക്ക് എങ്ങനെയായിരിക്കും? നോർമലി ഹൗ ദ ഇൻടേക്സ് ഗോ? ഇനിയിപ്പോൾ നമുക്ക് മാർച്ച് ഇൻടേക്ക് ആണ് നെക്സ്റ്റ് ഇൻടേക്ക് വരുന്നത്. സോ സെപ്റ്റംബർ ഇൻടേക്ക് കഴിഞ്ഞാൽ മാർച്ച് ആൻഡ് സെപ്റ്റംബർ ആണ് നമ്മുടെ മേജർ ഇൻടേക്സ് വരുന്നത്. സോ യെസ് വി ക്യാൻ സപ്പോർട്ട് ദം വിത്ത് ഓൾ ദ മേജർ അഡ്മിഷൻ പ്രോസസ്സ്. അതായത് നഴ്സിംഗ് ആൻഡ് MBBS അല്ലേ മാം? നമുക്ക് നഴ്സിംഗിലേക്ക് കഴിഞ്ഞ ഒരു 2 years ആയിട്ട് ജോർജിയ പോലെയുള്ള കൺട്രീസിലേക്ക് നഴ്സിംഗ് ധാരാളം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പം ചില നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, ഓൺ ഹോസ്പിറ്റലുള്ള നല്ലതായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. NCLEX സാറിൻ്റെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് ഇഫ് ദേ വോണ്ട് ടു പ്രാക്ടീസ് ഇൻ USA, കാനഡ ഒക്കെ അവർക്ക് പോകാൻ പറ്റുന്ന ആ ലൈസൻസിങ് എക്സാമിന് ട്രെയിനിങ് കൂടി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ നഴ്സിംഗ് നമുക്കിവിടെ ധാരാളം സ്റ്റുഡൻസ് നോക്കുന്നൊരു ഓപ്ഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നഴ്സിംഗിൻ്റെയും കൂടെ ജോർജിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഓപ്ഷനുണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്കണോമിക്കൽ ഓപ്ഷൻ. ഫീസ് താരതമ്യേന കുറവാണ്, ബട്ട് ദേ ക്യാൻ മൂവ് ടു അതർ കൺട്രീസ് ഓൾസോ. ഇഫ് ദേ വോണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യൻ പ്രാക്ടീസ് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഈ സെപ്റ്റംബർ ഇപ്പോൾ മാർച്ച് ഇൻടേക്ക് നമുക്ക് ഉസ്ബെക്, ജോർജിയ, സച്ച് ഓൾ ദ കൺട്രീസ് വിച്ച് എവർ ഈസ് അവൈലബിൾ ഫോർ ദീസ് ഓപ്ഷൻസ് ആർ അവൈലബിൾ. മെജോറിറ്റി കൺട്രീസ് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ലൈക്ക് അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് സംബഡി ഹു വാണ്ട്സ് ടു ഗോ ഈ മിഡ് ഇൻടേക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ. Yeah, so our support we will be providing all over GCC, I would say. അല്ലേ, നമ്മളിപ്പോൾ UAE സ്റ്റഡ്ബ്രോഡ് ജനറലി ഇപ്പോൾ കറൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ ബേസ്ഡ് ഇൻ അബുദാബി. ബട്ട് ഐ തിങ്ക് വി വിൽ ബി ഏബിൾ ടു സപ്പോർട്ട് ത്രൂ ഔട്ട് എനിവെയർ ഇൻ ദ വേൾഡ്. ഇപ്പോൾ നാട്ടിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഉള്ള പോലെ വി ക്യാൻ സപ്പോർട്ട് ദം ഫ്രം എനി അതർ GCC കൺട്രീസ്. ഇപ്പോൾ ഖത്തറിൽ നിന്നാണെങ്കിലും ബഹ്റൈനിൽ നിന്നാണെങ്കിലും ഒമാനിൽ നിന്നാണെങ്കിലും വിൽ ബി ഏബിൾ ടു സപ്പോർട്ട് ദം എനിവെയർ
to any of their interest or choice of countries for any courses. അല്ലേ? So I think to conclude how we will be operating MBBS admissions, this is what we have touched upon all our pros and cons, I guess. അല്ലേ? അതെ അതെ നമ്മുടെ ഒരു അവെയർനെസ് കൊടുക്കുക, വെദർ ദേ ഷുഡ് ബി ഡൂയിങ് ഇറ്റ് ഓർ നോട്ട്, ഹൗ ദേ ആർ ചൂസിങ് ഇറ്റ്, ആൻഡ് ദെൻ ഗിവിങ് ദം ആൻ അസസ്മെൻറ്റ് ടു എൻഷുർ ദേ ആർ ദ റൈറ്റ് പേഴ്സൺ ഫിറ്റ് ഇൻ ടു ദറ്റ് റൈറ്റ് പൊസിഷൻ ഓഫ് സച്ച് എ റെസ്പോൺസിബിൾ അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ എന്നുള്ളത്, ആൻഡ് ദെൻ ഗിവിങ് ദം ദ റൈറ്റ് ചോയ്സ് ഓഫ് കൺട്രീസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ബെസ്റ്റ് ചോയ്സ്. So that's how we will be operating. Yes. To conclude, I'll say MBBS പുറത്ത് പഠിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നല്ലതും മോശം ഇറ്റ്സ് വെരി റിലേറ്റീവ് അല്ലേ. നമ്മൾ പറഞ്ഞതായിട്ടുള്ളൊരു രീതിയിലേക്ക് ഇപ്പം നമ്മൾ പറയുന്നത് തന്നെ കേൾക്കണമെന്നില്ല, അപ്പം അത് മാത്രം ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. ദിസ് ഈസ് ഹൗ യു ഷുഡ് തിങ്ക്. ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ദിസ് ഈസ് ഹൗ യു ഷുഡ് ബി തിങ്കിങ്, ഓർ ദിസ് ഈസ് ഹൗ യു ഷുഡ് ബി സീയിങ് ഓഫ് ടു ഇറ്റ് അല്ലേ. പിന്നെ ഞാൻ നേരത്തെ ഭയങ്കര ലൈറ്റായിട്ട് പറഞ്ഞു അത് പോസ്റ്റ് അറൈവൽ സപ്പോർട്ടിനെ പറ്റിയിട്ട്. അത് ഞാനത് നോർമലൈസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ആർ സർവീസസ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ വി ആർ ഡൂയിങ് ഇറ്റ് ആക്ച്വലി. സോ യാ ഡെഫിനറ്റ്ലി ഇപ്പോൾ പാരൻസിന് കൺസേൺ ഉണ്ട്, അവരുടെ സ്റ്റുഡൻറ്റിന് അവരുടെ ഒരു കുട്ടീനെ വിടുന്ന സമയത്തേക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് കൺസേൺ. വി ആർ ദർ ഇപ്പോൾ ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വി ഗോട്ട് വെരി ഗുഡ് കണക്ഷൻസ്. വി ഗോട്ട് ലൈക്ക് വി ഗോട്ട് ലോട്ട് ഓഫ് ആർ സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദീസ് യൂണിവേഴ്സിറ്റീസ്. സോ എനിത്തിങ് ക്യാൻ ബി ഈസിലി അറേഞ്ച്. പക്ഷേ ഓൺ സേയിങ് ദാറ്റ് അത് മാത്രമായിരിക്കരുത് യുവർ ക്രൈറ്റീരിയ ആക്ച്വലി. ദാറ്റ് ഈസ് actually it's a normal thing, അങ്ങനെ വേണമെങ്കിൽ പറയാം. that is the new normal. Maybe we can coin that term, new normal. Right, what I suggest is actually you should have a proper awareness, you should be having a planning at least, like ഈ ഒരു MBBS കഴിയുന്ന സമയത്തേക്ക് നേരത്തെ മാം USMLE കാര്യം പറഞ്ഞു, പ്ലാബിൻ്റെ കാര്യം ഒക്കെ ഓപ്ഷൻസ് ആർ ദർ. റൈറ്റ്, അപ്പോൾ യു ഷുഡ് ഹാവ് എ ക്ലാരിറ്റി ഓൺ ലൈക്ക് ആഫ്റ്റർ 5 or 6 years ഇത് കഴിയുന്ന സമയത്തേക്ക് ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക. റൈറ്റ്, ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം യു ഷുഡ് ബി ഗോയിങ് ത്രൂ. സോ യാ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ പ്രൊവൈഡഡ് യു ആർ ഡൂയിങ് ഇറ്റ് ദ റൈറ്റ് വേ. എനിത്തിങ് ഫ്രം മാം സൈഡ് ടു ആഡ്? റൈറ്റ് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. ദെൻ പ്രിപ്പറേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെദർ ഇറ്റ് ഇസ് നീറ്റ് ഓർ FMG, പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സീരിയസ് ആയിട്ടുള്ള ലൈക്ക് ഓൺലി ദോസ് സ്റ്റുഡൻസ് ആർ സീരിയസ് അബൌട്ട് മെഡിക്കൽ പ്രൊഫഷൻ ഷുഡ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളതുണ്ട്. ദെൻ ഓൺലി ദേ വിൽ ബി സക്സസ്ഫുൾ. Yes.